ഈ ടോപ്പിക്കാണ് കൂടുതൽ. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിന് നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു. അതുപോലെ എന്നെ കേൾക്കുന്നതായിട്ടുള്ള എല്ലാ വന്നിതായിട്ടുള്ള പ്രേക്ഷകർക്കും ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ 34 വർഷക്കാലം 26 വർഷക്കാലമായിട്ട് ഞാൻ ഈ ആത്മീയ കോളത്തിലുണ്ട്. ഏതാണ്ട് 15 വർഷം മുമ്പ് എനിക്ക് ടിനു ജോർജിനെ അറിയാം. ടിനു ജോർജിൻ്റെ ഒരു പ്രസ്താവന വളരെ കയറി നിൽക്കുമ്പോഴാണ് എനിക്ക് പ്രസ്താവന ഇടണമെന്ന് തോന്നിയത്. അദ്ദേഹം 15 വർഷം മുമ്പ് KNS-ൽ ഞാൻ ജോലി ചെയ്ത ആശുപത്രിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ അദ്ദേഹം ബെൻസീർ ആശുപത്രിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയും വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്നോട് വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അന്ന് ടിനു ജോർജ്. അന്ന് അദ്ദേഹം വളഞ്ഞിട്ടില്ല, ഒരു സഭ സ്ഥാപിച്ചിട്ടുമില്ല. അന്ന് അദ്ദേഹം വീട്ടിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്നു. എന്നെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, പക്ഷെ ഞാൻ ഇതുവരെയും പോയിട്ടില്ല. പിന്നീട് അദ്ദേഹം ജീസസ് അലൈവ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി. ആ പ്രസ്ഥാനം അതിവേഗം വളരുകയും ചെയ്തു. അത് പൈസ കൊടുത്ത് വളർന്നതല്ല, ആത്മീയമായിട്ട് വളർന്നതാണ്. ഇന്ന് പാരമ്പര്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ, അവർക്ക് പാരമ്പര്യവുമില്ല, അവരുടെ സഭ എന്തിനാണ് നിലനിൽക്കുന്നതെന്ന് അവർക്ക് അറിയത്തുമില്ല. കേട്ടോ? പക്ഷെ പെന്തക്കോസ്ത് സഭയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. ഇന്ന് പാരമ്പര്യ പെന്തക്കോസ്ത് സഭകളും അല്ലാത്ത സഭകളിനകത്തും ഏതെങ്കിലും ആത്മാക്കളെ കാണാൻ പറ്റുമോ? പല പെന്തക്കോസ്ത് സഭകളിലും ആത്മാക്കളെ കാണാനായിട്ട് പറ്റും. കാരണം കഷ്ടപ്പെട്ട് നടക്കുന്ന പാസ്റ്റർമാരുടെ വിയർപ്പൊഴുകുന്ന രക്തം തുള്ളിയാണ് ജാതി മത ഭേദമന്യേ യേശുവിനെ അറിയാനായിട്ട് തുടങ്ങിയത്. അതുപോലെ അദ്ദേഹം കേരളത്തിൻ്റെയും പല സ്ഥലത്ത് നടന്ന് അദ്ദേഹത്തിൻ്റെ കൈയാൽ കുടി നിർത്തിയവരുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈയാൽ എഴുന്നേറ്റ് നടന്നവരുണ്ട്, നടക്കാൻ വയ്യാത്തവർ, കൈ അനയ്ക്കവരുണ്ട്, കൂടി നിർത്തിയവരുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലാതെ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് ഇത് പറ്റത്തില്ല. ഇത് ദൈവത്തിൻ്റെ ആത്മാവുള്ളവനെ ദൈവം എന്താണ് പറയണതെന്നും ഈ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവനെ ദൈവശബ്ദം എന്താണെന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അല്ലാത്തവർക്ക് കടകണമെന്ന് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പലതവണ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, പേഴ്സണലായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് പരസ്യമായിട്ട് പറയേണ്ട കാര്യമല്ല, രഹസ്യമായിരിക്കേണ്ടത് രഹസ്യമായിട്ടുള്ളതാണ്. ആത്മീയ കാര്യങ്ങൾ രഹസ്യമായിട്ട് വെച്ചേക്കേണ്ടത് ആത്മീയകാരൻ്റെ ഇതാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്കത് പറയേണ്ടി വന്നു, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിന് ഇത്രയും കാലം മറ്റു പല സ്ഥലങ്ങളിലും പോയി സഭ സ്ഥാപിക്കണമെങ്കിൽ ഏതൊരു ക്രൈസ്തവനത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെ നോക്കിക്കഴിഞ്ഞാൽ ടിനു ബ്രദറിൻ്റെ അവിടെ വരുന്നുണ്ട്. അവിടെ രോഗികൾ അനേകം സൗഖ്യമാക്കിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കൂടി നിർത്തിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റ് പല കാര്യസ്ഥാനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അനേകം ജാതി മത ഭേദമന്യേ അനേകം പേര് അവിടെ വന്നിട്ടുണ്ട്. ദൈവശബ്ദം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും, നീ ശപിക്കുന്നവനെ ഞാനും ശപിക്കും. പത്രോസിനോട് പറയുന്നു, നീ ഭൂമിയിൽ കട്ടപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലും കട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ ലയിക്കപ്പെട്ടത് സ്വർഗത്തിൽ. ഇവൻ അപ്പസ്തോലനാണെങ്കിൽ ആ ഗണം അത് തീർച്ചയായിട്ടും അവിടെ സംഭവിച്ചിരിക്കും. 80% സംഭവിക്കുന്നു, 1% അങ്ങനെ സംഭവിക്കണമെന്നില്ല. കാരണം അവരും പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഇതെല്ലാം ആത്മീയമായിട്ടുള്ള വളരെ രഹസ്യങ്ങളുടെ കലവറയാണ്. അതെല്ലാ കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. ദാനിയേൽ പറഞ്ഞതുപോലെ മെനെ തെക്കേൽ ഓർഫസീൻ എന്ന് പറഞ്ഞതുപോലെ ഏത് ഭാഷയാണ് എന്ത് ഭാഷയാണെന്ന് ആത്മീയ ചെവികൾ കേട്ടവരെ അത് പറയുവാനായിട്ട് പറ്റത്തുള്ളൂ. യേശു ക്രിസ്തു സാധാരണ ദൈവമാണ്, പൂർണ്ണമായിട്ട് ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. ടീനു അങ്ങനെ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ടീനു ആ ശബ്ദം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ വിമർശിക്കുന്നവർ കടന്നു വരാം. അദ്ദേഹം വിമർശനത്തെ ഒഴുക്കിൽ ഒരു ചിലരുണ്ട് സ്ഥിരമായിട്ട് ക്രിസ്ത്യാനികളെയൊക്കെ വിമർശിച്ച് അടിച്ച് ഉടച്ച് കിടക്കുന്നത്. എന്നാൽ ഇവരെ നിൽക്കുന്ന ഈ പാറ എന്തോ പാറയാ? നാട്ടിലെ ഭാഷന്മാരും അച്ഛന്മാരും എല്ലാം കൊടനാത്തരാണെന്ന് പറയുന്നവര് ഇതൊക്കെ കേട്ടുകൊള്ളുക. ദൈവമുണ്ട്, ദൈവം ജീവിക്കുന്നു, ജീവനുള്ള ദൈവം യേശു ക്രിസ്തു. അതറിയാത്തവര് അതറിഞ്ഞുകൊള്ളുക. എന്നാൽ അദ്ദേഹത്തിന് ചില ദോഷങ്ങളുണ്ട്.
അദ്ദേഹത്തിനെ ഇപ്പോൾ ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല. മറ്റു പല സഭകളും മുതൽ മിക്ക ദിവസവും സഭകളിൽ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാനായിട്ടാണ് ആൾക്കാർ വരുന്നത്. അദ്ദേഹത്തെ കാണാനായിട്ട് പറ്റത്തില്ല. കാരണം അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഞാൻ 8 വർഷം എൻ്റെ വീട്ടിൽ ഞാൻ കൂട്ടായ്മ നടത്തി. പക്ഷേ അവിടുത്തെ എൽഷദായി വളരെ ആൾക്കാർ കുറവേ ഇവിടെ വന്നിട്ടുള്ളൂ. അതിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള പരിഭവമുണ്ട്. ഓരോ കൂട്ടായ്മയിൽ പോകുന്നവർ മറ്റൊരു കൂട്ടായ്മയിൽ ചെല്ലുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഈ വിധ സ്വഭാവങ്ങളൊക്കെ മാറ്റിയാലേ ദൈവവചനത്തിന് മേൽക്കുന്നതിൽ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് പറ്റൂ. എന്നെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഇതിൽ നിന്ന് വിരമിക്കുകയാണ്. ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എനിക്ക് കമൻറ്റുകളെ ഇഷ്ടമാണ്. തൽക്കം മറുപടി കൊടുക്കാൻ എനിക്കറിയാം. കമൻറ്റ് ചെയ്യണം. ഓക്കെ, സീ യു.